ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്നിവിടെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്രാവശ്യം നമ്മൾ ഇംഗ്ലീഷിലെ ഗ്രാമർ പാർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. എപ്പോഴും നമ്മൾ സയൻസ് മാത്സ് ഒക്കെ ചെയ്യുമ്പോൾ ഇംഗ്ലീഷിലെ മാർക്കൊക്കെ വേണ്ടേ. അപ്പം ഞാൻ എന്ന് വിചാരിച്ചു ഇന്ന് ഇംഗ്ലീഷിലെ എന്തായാലും ഇപ്പം എക്സാം ഒക്കെ വരികയായിരിക്കും, ടേമൻ്റ് അല്ലേ. അപ്പം കൺജങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ക്ലാസ് 5-ന്റെ ഗ്രാമറിലെ ഒരു ചാപ്റ്റർ ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം എന്താണ് ഈ കൺജങ്ഷൻസ്? A conjunction is a word that joins nouns or sentences. അതായത് ഈ കൺജങ്ഷൻസ് എന്ന് പറയുന്നത് കൺജങ്ഷൻസിനെ നൗൺസിനെയും സെന്റൻസസിനെയും എന്താണ്, ഇപ്പൊ രണ്ട് സെന്റൻസ് ഉണ്ട്, അതിനെ കൂട്ടിച്ചേർക്കാനുള്ള ഒരു കഴിവുണ്ട് കൺജങ്ഷൻസിന്. അപ്പൊ ഈ കൺജങ്ഷൻസിന്റെ എക്സാമ്പിൾ ആണ് ആൻഡ്, ഫോർ, ബട്ട്, ബിക്കെയിം അല്ല ബിക്കോസ്. ഇതൊക്കെ എന്താണ് ഇതിന്റെ എക്സാമ്പിൾസ് ആണ്. പിന്നെ ഇനിയും കുറെ കാര്യങ്ങളുണ്ട്. ഫോറും ആൻഡും ബട്ടും ബിക്കോസും ആണ് ഇപ്പൊ ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. പക്ഷെ ഇനിയും കുറെ ഉണ്ട്. അപ്പൊ നമുക്കിന്ന് കുറച്ച് കൺജങ്ഷൻസിനെ കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിക്കാം. അപ്പൊ നമുക്കിനി ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ക്വസ്റ്റ്യൻസ് നമുക്ക് ഇപ്രാവശ്യം ഓവർ ക്വസ്റ്റ്യൻസ് ഒന്നും വേണ്ട, ആകെ 3 ക്വസ്റ്റ്യൻ മതി. കാരണം ഇത് സിമ്പിൾ ടോപ്പിക്കാണ്, പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ആകെ 3 ക്വസ്റ്റ്യൻ മതി, നല്ലപോലെ മനസ്സിലാക്കാം. കാരണം ഇത് നമ്മൾ നല്ലപോലെ കഴിഞ്ഞ വർഷമൊക്കെ നല്ലപോലെ പഠിച്ചുകൊണ്ട് ഈ വർഷവും ഇതുപോലെ നല്ല വൃത്തിക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് 3 ക്വസ്റ്റ്യനെ ഞാൻ എടുക്കുന്നുള്ളൂ. ഞാൻ കുറച്ച് ടൈം തരും. നിങ്ങളൊരു ബുക്കും പേനയും എടുത്ത് വെക്കുക. ബുക്കും പേനയും എടുത്ത് വെച്ചതിന് ശേഷം ഈ ക്വസ്റ്റ്യൻസ് അതിലോട്ട് എടുത്തെഴുതി, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ എഴുതി നോക്കിക്കോ. എനിക്ക് ആൻസർ മാത്രം അതിലോട്ട് എടുത്തെഴുതിയാൽ മതി. ഞാൻ ഇത് പറഞ്ഞുതരാം. ഈ ഫസ്റ്റ് ക്വസ്റ്റ്യനിലാണെങ്കിൽ നിങ്ങൾ ഇതിലേതാണ് കൺജങ്ഷൻ എന്ന് കണ്ടുപിടിക്കണം. ബാക്കി 2 ക്വസ്റ്റ്യനിലും ഇതിലേതാണ്, ഇവിടെ ഓപ്ഷൻ തന്നിട്ടുണ്ട്. തേർഡ് വണ്ണിൽ സോയും ബിക്കോസും, പിന്നെ സെക്കൻഡ് വണ്ണിൽ ബട്ടും സോയും. അപ്പം ഇതിൽ നിങ്ങൾക്ക് എന്താണ് കറക്റ്റ് ആയിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള കൺജങ്ഷൻസ് എടുത്തെഴുതണം. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഈ 3 ക്വസ്റ്റ്യനും വന്നിരിക്കുന്നത്. ഞാൻ കുറച്ച് നേരം തരും. ഞാൻ ഇങ്ങനെ ഇപ്പം നിങ്ങൾക്ക് ടൈം കുറച്ചും കൂടെ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ നിങ്ങൾ പോസ് ചെയ്തിട്ട് എടുത്ത് എഴുതിയതിന് ശേഷം പിന്നെ ഇത് ഓൺ ചെയ്ത് നോക്കിയാൽ മതി. എന്തായാലും ഞാൻ കുറച്ച് ടൈം തന്നതിന് ശേഷം എന്ത് ചെയ്യും, ടൈം തന്നതിന് ശേഷം ഞാൻ ഇതിൻ്റെ ആൻസർ പറയും. ഞാൻ പതുക്കെ എല്ലാ ക്വസ്റ്റ്യനും റീഡ് ചെയ്യാം. സൂരജ് ക്യാൻ ഫോളോ വാട്ട് യു ആർ സെയിങ് ദോ ഹി ഡസ് നോട്ട് സ്പീക്ക് ഇംഗ്ലീഷ്. അതായത് സൂരജ് നിങ്ങൾ പറയുന്ന എല്ലാം അവന് ഫോളോ ചെയ്യാൻ പറ്റും, മനസ്സിലാക്കി ചെയ്യാൻ പറ്റും. പക്ഷെ അവൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല. അവൻ ഇംഗ്ലീഷ് സംസാരിക്കൂല, പക്ഷെ ചെയ്യും. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തത് ഹി വർക്ക്ഡ് ഹാർഡ് ഡാഷ് ഹി ഫെയിൽഡ്. ബട്ടാണോ സോയാണോ? അടുത്തത് ഐ വാസ് ആബ്സെന്റ് യെസ്റ്റർഡേ ഡാഷ് ഐ വാസ് സിക്ക്. സോയാണോ ബിക്കോസ് ആണോ? എല്ലാം നല്ല ഈസി ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ കുറച്ച് ടൈം തരാം, നിങ്ങൾ ചെയ്തോ. ഞാൻ എന്തായാലും ഇത് പറയാം, നിങ്ങൾ പോസ് ചെയ്തിട്ട് പിന്നെ ചെയ്തതിന് ശേഷം ഓൺ ചെയ്താൽ മതി. ഞാൻ എന്തായാലും ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. കാരണം വീഡിയോ എടുക്കുമ്പോൾ ടൈം അത്രയ്ക്ക് കളയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എപ്പോഴും നല്ല ചെറിയ വീഡിയോ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പാർട്ടായിട്ട് കാണുമ്പോൾ ബോറടിക്കില്ല. പക്ഷെ വലിയ വീഡിയോ ആയിട്ട് ഇട്ടാൽ നിങ്ങൾക്ക് ബോറടിച്ച് ഒരു വഴിയാവും. അതുകൊണ്ട് ഞാൻ ഇത് ചെറിയ വീഡിയോ ആക്കാനേ ഉദ്ദേശിക്കുന്നുള്ളൂ, വലിയ വീഡിയോ ഒന്നും ആക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ ആൻസേഴ്സ് അങ്ങ് ഇതിലോട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ്. സൂരജ് ക്യാൻ ഫോളോ വാട്ട് യു ആർ സെയിങ് ദോ ഹി ഡസ് നോട്ട് സ്പീക്ക് ഇംഗ്ലീഷ്. അപ്പോൾ ഫസ്റ്റ് വന്ന ആൻസർ ദോയാണ്. എന്താണ്, ഇത് ഒരു കൺജങ്ഷൻ ആണ്. ദോ എന്ന് പറയുന്നത് ഒരു കൺജങ്ഷൻ ആണ്. ഈ 2 സെന്റൻസിനെയും കൂട്ടിച്ചേർത്തത്, ഈ സെന്റൻസിനെയും കൂട്ടിച്ചേർത്തത് ഈ ദോ എന്ന് പറഞ്ഞ കൺജങ്ഷൻ ആണ്. അടുത്തത് പിന്നെ ഈ കൺജങ്ഷൻസ് എന്ന് പറയുന്നത് സ്പീച്ചിന്റെ ഒരു ഭാഗമാണ്. നമ്മൾ ഇംഗ്ലീഷിൽ സ്പീച്ച് ചെയ്യുമ്പോൾ നമുക്ക്
പലതരത്തിലുള്ള ഗ്രാമർ സ്ഥാനങ്ങളും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിലൊന്നാണ് കൺജങ്ഷൻസ്. പക്ഷെ ഞാൻ മലയാളം സ്പീച്ചിൻ്റെ ആളാണ്, അത് വേറെ കാര്യം. എന്തായാലും ഫസ്റ്റ് വണ്ണിൻ്റെ ആൻസർ ദോ എന്താണ്, അതാണ് ഫസ്റ്റ് വണ്ണിൻ്റെ ആൻസർ. രണ്ടാമത്തത് ഹി വർക്ക്ഡ് ഹാർഡ് ഡാഷ് ഹി ഫെയിൽഡ്. അതായത് ഒരാൾ നല്ലപോലെ ഹാർഡായിട്ട് വർക്ക് ചെയ്തു, പക്ഷെ അവൻ തോറ്റു, പാവം. അപ്പം ഇത് സോ ആരെങ്കിലും വർക്ക് ഹാർഡ് ചെയ്യുമ്പോൾ തോക്കോ? ഇല്ലല്ലോ, ചിലപ്പോൾ തോക്കും. പക്ഷെ സോ ഹി ഫെയിൽഡ് എന്നല്ല നമ്മൾ കൊടുക്കുക, ബട്ടാണ്. ഹി വർക്ക്ഡ് ഹാർഡ് ബട്ട് ഹി ഫെയിൽഡ് എന്നാണ് നമ്മൾ പറയുക. കാരണം ഇതൊരു നെഗറ്റീവ് സെന്റൻസ് ആണ് നമ്മൾ കൂട്ടിമുട്ടിക്കാൻ നോക്കുന്നത്. അപ്പം രണ്ടും ചേരാത്ത സെന്റൻസ് ആണ്. കാരണം ഇത് പോസിറ്റീവും അവൻ നല്ല ഹാർഡ് വർക്ക് ചെയ്തു എന്ന് പറയുന്ന പോസിറ്റീവ് സെന്റൻസ് ആണ്. അല്ലാതെ ആരെങ്കിലും കളിയാക്കുമോ, നീ എന്തിനാടാ ഇത്ര കഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞ് ബഹുമാനിക്കുകയല്ലേ ചെയ്യുക. അതൊരു പോസിറ്റീവ് സെന്റൻസ് ആണ്. പക്ഷെ തോക്കുന്നതെന്ന് പറയുന്നത് ഒരു നെഗറ്റീവാണ്. അപ്പോൾ നെഗറ്റീവും പോസിറ്റീവും കൂടെ നമുക്ക് ഒന്നിച്ച് ചേർക്കാൻ, രണ്ടും വ്യത്യസ്തമായിട്ടുള്ളതാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ബട്ടാണ്. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഐ വാസ് ആബ്സെന്റ് യെസ്റ്റർഡേ ഡാഷ് ഐ വാസ് സിക്ക്. അതായത് എന്താണ് ഐ വാസ് ആബ്സെന്റ് യെസ്റ്റർഡേ, അതായത് ഇന്നലെ ഞാൻ ആബ്സെന്റ് ആയിരുന്നു, എന്താണ് ഡാഷ് ഐ വാസ് സിക്ക്. അതായത് കാരണം എന്നാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. അല്ല, നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ ഇടയ്ക്ക് ആബ്സെന്റ് ആവുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ. അപ്പം ഞാൻ സിക്ക് ആയിക്കൊണ്ടാണ്, എനിക്ക് പനി ആയിക്കൊണ്ടാണ് ആബ്സെന്റ് ആയെന്നൊക്കെ പറയൂലേ. അപ്പം സോ നമ്മളിവിടെ കൊടുക്കൂല. നോക്ക്, ഇപ്പം ഇവിടെ സോ കൊടുത്തു കഴിഞ്ഞാൽ ഐ വാസ് ആബ്സെന്റ് യെസ്റ്റർഡേ സോ ഐ വാസ് സിക്ക്. അതായത് നിങ്ങൾ ആബ്സെന്റ് ആയത് കൊണ്ട് നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് പനി പിടിച്ചു എന്നാണ് ഈ പറയാ. അതുകൊണ്ട് സോ കൊടുക്കൂല, ബിക്കോസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ബിക്കോസ് ഇന്ന് എനിക്ക് പനി ആയതുകൊണ്ടാണ് ആബ്സെന്റ് ആയത്. അതായത് ബിക്കോസ് ആയതുകൊണ്ടാണ്, ബിക്കോസ് ഐ വാസ് ആബ്സെന്റ് ബിക്കോസ് ഐ വാസ് സിക്ക്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഫുൾ മാർക്ക് കിട്ടും. പിന്നെ എൻ്റെ പുതിയ പുതിയ വീഡിയോസ് കാണാനും പറ്റും. അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്